ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2018 പുറത്തിറങ്ങിയിട്ടുള്ള മൈ ക്ലയൻറ്റ്സ് വൈഫ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ അഫ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള പർദ്ദയിട്ടിട്ടുള്ള ഒരു സ്ത്രീയെ കാണിക്കുന്നു. അവൾ പർദ്ദയിട്ടതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് മാത്രമാണ് കാണുന്നത്. അവളിപ്പോൾ നേരെ പോകുന്നത് അവളുടെ സ്റ്റോറേജ് റൂമിലേക്കാണ്. അവിടെ അവൾ ആരെയോ കെട്ടിയിട്ടിട്ടുണ്ട്. അവൾ കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നെ ഒന്ന് റിലീസ് ചെയ്യൂ, എന്നെ രക്ഷപ്പെടുത്തൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവളിപ്പോൾ നേരെ ആ ഒരു റൂമിനുള്ളിലേക്ക് ചെന്ന് അവിടെ നിന്നും ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നശിപ്പിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ കത്തിക്കുന്നു. അതിനുശേഷം അവളിപ്പോൾ ഒരു ക്യാമറ എടുത്തുകൊണ്ട് പോയി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അവളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവൾ പറയുന്നു, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരാണെന്നും എന്താണെന്നുമുള്ള എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ഇവിടെ വെച്ച് നശിപ്പിച്ച് ഞാൻ ഡിസപ്പിയർ ആകാൻ പോവുകയാണ്. അവിടെ വെച്ച് കട്ടായി ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നമ്മളുടെ സിനിമയുടെ ഹീറോ ആയിട്ടുള്ള ഒരു വക്കീലിനെ കാണിക്കുന്നു. വക്കീൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ രഘുരാം സിംഗ് എന്ന് പറയുന്ന ഹസ്ബൻഡ് സിന്ദൂര സിംഗ് എന്ന് പറയുന്ന തൻ്റെ വൈഫിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രഘുരാം സിംഗിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളുടെ ഹീറോ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, എന്നെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്, പോയിട്ട് എൻ്റെ വൈഫിനെ ചോദ്യം ചെയ്യൂ, അവൾക്ക് മറ്റൊരുപാട് പേരുമായിട്ട് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇവളും ഇവളുടെ കൂടെയുള്ള മറ്റൊരു വ്യക്തിയും കൂടിയിട്ട്, അതായത് ഇവൾക്കും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുള്ള ഒരു വ്യക്തിയും കൂടിയിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഞാൻ ശരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചിട്ടുള്ളത്, അതല്ലാതെ അവളെ അറ്റാക്ക് ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. സോ നിങ്ങൾ എൻ്റെ അടുത്തല്ല അവളുടെ അടുത്ത് പോയിട്ടാണ് ചോദ്യം ചെയ്യേണ്ടതെന്നൊക്കെ അയാളിപ്പോൾ വക്കീലിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ രഘുരാമിൻ്റെ അടുത്ത് വക്കീൽ, അന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച ആ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് എനിക്കത് കറക്റ്റ് കാണാൻ കഴിഞ്ഞില്ലെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ വക്കീൽ നേരെ സിന്ദൂര സിംഗിൻ്റെ അടുത്ത് പോയിട്ടും കൂടി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാച്ച്മാൻ്റെ അടുത്ത് ഫോട്ടോ കാണിച്ചിട്ട് ഇവരുടെ വീട് തന്നെയല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ വാച്ച്മാൻ നമ്മളുടെ വക്കീലിനെ ഒരുമാതിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വക്കീൽ ഇപ്പോൾ അകത്തോട്ട് കയറി കോളിംഗ് ബെൽ അടിച്ച സമയത്ത് സിന്ദൂര സിംഗ് ഇറങ്ങി വരികയാണ്. അവരുടെ തലയിൽ എന്തോ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് അവർ പറയുന്നത്. എനിക്ക് പറയാനുള്ള വിഷയങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസം രാത്രി എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് പോലീസിന് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവർ ഡോർ അടയ്ക്കുന്നു. അങ്ങനെ നമ്മളുടെ വക്കീൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ നിന്നും ഒരാൾ നമ്മളുടെ വക്കീലിനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വക്കീൽ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും അയാൾ പോയി ഒളിക്കുകയാണ്. അതിനുശേഷം വക്കീൽ ഇപ്പോൾ നേരെ കാറിലേക്ക് വരുന്നു. അങ്ങനെ കാറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർണിംഗ് ലെറ്റർ ആയിരുന്നു. ഇനി നിങ്ങൾ സിന്ദൂര വിഷയത്തിൽ ഇടപെടുകയോ ആ കേസ് ഏറ്റെടുക്കുകയോ ചെയ്യരുതെന്നായിരുന്നു ആ ഒരു വാർണിംഗ് ലെറ്ററിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മളുടെ വക്കീൽ നേരെ ഇൻസ്പെക്ടറെ ചെന്ന് കണ്ടിട്ട് സിന്ദൂര വിഷയത്തിൽ ആ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ചോദ്യം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് താങ്കൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ തനിക്ക് കിട്ടിയിട്ടുള്ള ആ വാർണിംഗ് ലെറ്ററും ഇപ്പോൾ ഇൻസ്പെക്ടർക്ക് നമ്മളുടെ വക്കീൽ കൈമാറുകയാണ്. അപ്പോൾ ലെറ്ററൊക്കെ കണ്ട സമയത്ത് ഇൻസ്പെക്ടർ പറയുന്നു, ഇതൊരു സാധാരണ കേസാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഈ ലെറ്ററൊക്കെ കാണുന്ന സമയത്ത് ഇത് ഇത്തിരി കോംപ്ലിക്കേഷൻ ആവുമെന്നാണല്ലോ തോന്നുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ വക്കീലിൻ്റെ അടുത്ത് പറയുന്നു, എനിക്ക് സിന്ദൂരൻ്റെ മേലെ നല്ല ഡൗട്ടുണ്ട്. കാരണം അവൾ എന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നൈറ്റ് ഏതോ ഒരു വ്യക്തി വന്നിട്ട് സെക്യൂരിറ്റീനെയൊക്കെ അടിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ വീടിനകത്ത് കയറുന്നു. അപ്പോൾ ആ ശബ്ദമൊക്കെ കേട്ട് സിന്ദൂര എഴുന്നേറ്റിട്ട് ആരാണ് ഉള്ളിലുള്ളതെന്നൊക്കെ ഒച്ചത്തിൽ ചോദിക്കുന്നു. അപ്പോൾ വീടിനകത്ത് നിന്നും സിന്ദൂര സിന്ദൂര എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വോയിസ് കേൾക്കുന്നു. അവൾ ആരാണെന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ വ്യക്തി ഒരു കട്ടയെടുത്തിട്ട് അവളുടെ തലക്കിട്ടടിക്കുന്നു. ഉടനെ അവൾ മയങ്ങി വീഴുന്നു. അവിടെ വെച്ച് കട്ടായി അവളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു. ഈ കണ്ടത് അവളൊരു സ്വപ്നം കണ്ടതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അവൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് അവൾ എവിടേക്കോ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് തലേ ദിവസം അവളുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു കെട്ട് ഇപ്പോൾ കാണാനില്ല. സിന്ദൂര ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടോ നടന്നു പോവുകയാണ്. ആ ഒരു സമയത്ത് വീടിൻ്റെ സെക്യൂരിറ്റി അവളെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്.
ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മളുടെ വക്കീൽ കാറിൽ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സെക്യൂരിറ്റി അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സിന്ദൂര അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. കറക്റ്റ് നമ്മളുടെ വക്കീലും അവളെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ ഇപ്പോൾ ആ ബിൽഡിങ്ങിലോട്ട് കയറിയ സമയത്ത് നിങ്ങൾ എന്തിനാണ് എന്നെ വെറുതെ ഇങ്ങനെ ഫോളോ ചെയ്തു വരുന്നതെന്ന് നമ്മളുടെ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ വക്കീൽ അവളുടെ അടുത്ത് നിൻ്റെ തലയിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആ മുറിവിൻ്റെ കെട്ടെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാനത് കെട്ടാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്ന് അവൾ പറയുന്നു. അപ്പോൾ അതൊക്കെ അവൾ കള്ളം പറയുന്നതാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് അയാൾക്കിപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നത്. ആ കോൾ എടുക്കുന്ന സമയത്ത് അതും ഒരു വാണിംഗ് ആയിരുന്നു. അതായത് വെറുതെ ആവശ്യമില്ലാതെ സിന്ദൂരയെ ഫോളോ ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് ആയിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ വക്കീൽ നേരെ രഘുരാം സിംഗിനെ ചെന്ന് കണ്ടിട്ട് ഇതൊക്കെ നീ കിടന്ന് കളിക്കുന്ന കളിയല്ലേ എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അയാൾ നമ്മളുടെ വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, ഇതെല്ലാം അവൾ തന്നെ ചെയ്യുന്നതാണ്. അവൾ സൈക്കോളജിക്കലി അഫക്റ്റഡ് ആണ്. അവളുടെ അടുത്ത ടാർഗറ്റ് നിങ്ങളാണ്. അവൾ പല പേരുമായിട്ട് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് വയ്ക്കുന്നുണ്ട്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് സിന്ദൂരയുടെ വീട്ടിലെ ആ സെക്യൂരിറ്റി ആരും അറിയാതെ അവളുടെ വീടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ സെക്യൂരിറ്റി നേരെ അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് അവൾ ബെഡ്റൂമിൽ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ഇതിനുശേഷം സെക്യൂരിറ്റി നേരെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഇത് ആരും കണ്ടിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ ജോലിക്കാരൻ കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ആ ഒരു ജോലി ചെയ്യുന്ന വ്യക്തി സെക്യൂരിറ്റിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സിന്ദൂര കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സിന്ദൂര വീട്ടിലില്ലാത്ത ഒരു സമയം നോക്കിയിട്ട് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തി സ്പെയർ കീ ഉപയോഗിച്ച് ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ അയാൾ വീടിനുള്ളിൽ മുഴുവനായിട്ട് നോക്കുന്ന സമയത്താണ് വീടിന് മുകളിലായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം അയാൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ സ്റ്റോർ റൂമിലേക്ക് കയറുന്ന സമയത്ത് കർട്ടന്റെ പുറകിൽ എന്തോ ഉള്ളതുപോലെ കണ്ടിട്ട് അയാൾ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഓടി അയാളിപ്പോൾ നേരെ ചെന്നെത്തുന്നത് നമ്മളുടെ സിന്ദൂരയുടെ മുന്നിലാണ്. അപ്പോൾ അയാൾ അവളുടെ അടുത്ത് പറയുന്നു നീ വലിയൊരു തെറ്റു ചെയ്യുകയാണ്, ഈ ഒരു കാര്യം ഞാൻ പോലീസിൽ ചെന്ന് പറയുമെന്ന്. അപ്പോൾ അവള് ശരി നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ പോയി പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അയാളെ പോലീസിന്റെ അടുത്തേക്ക് വിടാതെ അവൾ തടുക്കുന്നു. അവിടെ വെച്ച് കെട്ടായി അടുത്ത സീനിൽ നമ്മളുടെ സിന്ദൂരയുടെ വീടിന്റെ ഡോറ് വന്നിട്ട് നമ്മളുടെ വക്കീൽ വന്ന് മുട്ടുന്ന സമയത്ത് അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നമ്മളുടെ വക്കീൽ നോക്കുന്ന സമയത്ത് അവളുടെ തലയിൽ ആ ഒരു കെട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വക്കീൽ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എന്താ വക്കീൽ സാർ നിങ്ങൾക്ക് അതുപോലും ഓർമ്മയില്ലേ, എൻ്റെ തലയിൽ അന്നും കെട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെയാണോ വക്കീൽ എന്നൊക്കെ ചോദിച്ച് അവള് ജസ്റ്റ് അയാളെ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം വക്കീൽ അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അവള് ഓക്കെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വക്കീലിനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ സിന്ദൂര വീടിനകത്തേക്ക് പോയ സമയത്ത് നമ്മളുടെ വക്കീൽ ചെന്നിട്ട് ഓപ്പോസിറ്റുള്ള ആ ജോലി ചെയ്യുന്ന വ്യക്തി ഉണ്ടല്ലോ, വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തി, അയാളുടെ റൂമിന്റെ കതക് തട്ടുന്നു. അപ്പോൾ സിന്ദൂര പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തൊന്നും എന്നെക്കുറിച്ച് ചോദിക്കാൻ നിൽക്കരുതെന്ന്. അടുത്ത സീനിൽ നമ്മളുടെ വക്കീൽ രഘുരാം സിംഗിൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നു ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡയറി തരാം, നിങ്ങൾ അത് വായിച്ചു നോക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. അങ്ങനെ അത് വായിച്ചു നോക്കുന്ന സമയത്താണ് മനസ്സിലായത് കല്യാണത്തിന് ശേഷം നമ്മളുടെ രഘുരാം സിംഗ് നമ്മളുടെ സിന്ദൂരയെ ഭയങ്കര ഹാപ്പി ആയിട്ട് കംഫർട്ടായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റേജിലാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇവൾക്ക് മാരേജിന് മുമ്പും അതിനുശേഷവുമൊക്കെ ഇത്തരത്തിൽ പലതരത്തിലുള്ള അഫയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഒരു ദിവസം നമ്മളുടെ രഘുരാം സിംഗ് വർക്കൊക്കെ തീർത്ത് നേരത്തെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയ്ക്കുള്ള ഒരു ബൊക്കെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് വീടിന് പുറത്ത് തന്നെ മറ്റൊരു ബൊക്കേൻ്റെയും അതുപോലെ തന്നെ പൂക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഈ ഒരു വീട്ടിൽ വേറെ ആരോ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഇയാൾ നേരെ ഡോറൊക്കെ തട്ടി നോക്കുന്ന സമയത്ത് ആരും തന്നെ ഡോറ് തുറക്കുന്നില്ല. അയാൾ ഒരു വിധത്തിൽ അകത്ത് കയറി നോക്കുന്ന സമയത്ത് TV-യിൽ ഒരു അഡൾട്ട് ഫിലിം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒന്നും നടക്കാത്തതുപോലെ വളരെ കാഷ്വലായിട്ട് നമ്മളുടെ സിന്ദൂര സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. ആ ഒരു സമയത്ത് ആരെയാണ് നീ മേലെ ഒളിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നേരെ മേലേക്ക് കയറുന്ന സമയത്താണ് അവൾ നേരെ പോയിട്ട് അവൾ തന്നെ വീണിട്ട് അവളുടെ തല മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞത്. അതുമാത്രമല്ലാതെ നമ്മളുടെ രഘുരാം സിംഗ് നേരെ മേലേക്ക് പോകുന്ന സമയത്ത് ആ മുകളിലുണ്ടായിരുന്ന വ്യക്തി കത്തിയെടുത്തിട്ട് ഇയാളെ കുത്തി കൊല്ലാൻ വേണ്ടിയും വരുന്നു. പക്ഷെ അത് ആരാണെന്ന് കാണാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ജീവനെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അയാൾ ആ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. അടുത്ത സീനിൽ നമുക്ക് ആ പോലീസ് ഇൻസ്പെക്ടർ കാണിക്കുന്നു. അയാളിപ്പോൾ നേരെ ചെന്നിട്ട് നമ്മളുടെ സിന്ദൂരയുടെ വീടിൻ്റെ ഡോറ് തട്ടുകയാണ്. അപ്പം നമ്മളുടെ സിന്ദൂര വളരെ ഹോട്ടായിട്ട് ഒരു സ്കൂൾ യൂണിഫോമിൽ അവൾ ഡോറ് തുറക്കുന്നു. അതിനുശേഷം അയാൾ നേരെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. ഇപ്പം നമ്മളുടെ വക്കീൽ കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷം വക്കീൽ ഇപ്പോൾ കാറ് കൊണ്ടുപോയി ഒരു ലേക്കിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളുടെ സിന്ദൂര
സിന്ദൂര അങ്ങോട്ട് വരുന്നു. എന്നിട്ടിപ്പോൾ അവള് നമ്മളുടെ വക്കീലിൻ്റെ അടുത്ത് നിങ്ങൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വക്കീൽ പറയുന്നു നീ ഇതുവരെ നിന്റെ ഭാഗത്ത് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോഴാണ് നമ്മളുടെ സിന്ദൂര അവളുടെ ഒരു ഭാഗം പറയുന്നത്. അവൾ പറയുന്നു അവൾ വീട്ടിൽ വളരെ ബോറടിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരു കാസറ്റ് ഇട്ടിട്ട് സിനിമ കാണാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് കേബിൾ ബോയ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഡാറ്റാബേസിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ അവൾക്കൊരു ബൊക്ക കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ബൊക്കയൊക്കെ മേടിച്ചിട്ട് അവൾ കേബിൾ ബോയ്ക്ക് കൊടുക്കാനുള്ള പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് മാഡം ഞാൻ നിങ്ങളെ അവിടെ ഇരുത്താമെന്ന് പറഞ്ഞിട്ട് അവൻ അവരെയും പിടിച്ചുകൊണ്ട് നേരെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ടി വിയിൽ ആ ഒരു അഡൾട്ട് ഫിലിം കണ്ടിട്ട് ഇയാൾ സിന്ദൂരയുടെ അടുത്ത് ഓപ്പം നിനക്ക് ഇതിനാണ് ആഗ്രഹം അല്ലേ എന്ന് ചോദിച്ചിട്ട് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ നേരെ മേലത്തെ സ്റ്റോറേജ് റൂമിലേക്ക് ഓടിയതാണ്. ഈ ഒരു സമയത്താണ് കറക്റ്റ് രഘുരാം സിംഗ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ തൻ്റെ ഹസ്ബൻഡ് വന്നല്ലോ, ഇനിയിപ്പോൾ തന്നെ രക്ഷിക്കാൻ ആളായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൾ നേരെ ആ ഒരു സ്റ്റോറേജ് റൂമിൽ നിന്നും ഓടി വരുന്നത്. എന്നാൽ രഘുരാം സിംഗ് അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നീ ഞാനില്ലാത്ത സമയത്ത് വേറെ ആളെ വീട്ടിൽ കയറ്റുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ പിടിച്ചടിക്കുന്നു. എന്നിട്ട് അയാളിപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ആ കേബിൾ ബോയിനെ കുത്താൻ വേണ്ടി പോകുന്ന സമയത്താണ് കേബിൾ ബോയ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അപ്പോൾ സിറ്റുവേഷൻസിനെല്ലാം ഈ ഒരു രീതിക്കാക്കിയിട്ടാണ് നമ്മളുടെ സിന്ദൂര പറയുന്നത്. ഇപ്പോൾ നൈറ്റ് സിന്ദൂര വീട്ടിലിരുന്നുകൊണ്ട് എന്തോ ഒരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾക്ക് എന്ത് തോന്നിയെന്നറിയില്ല, അവൾ നേരെ ആ ഒരു വേലക്കാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഡോറ് തട്ടുന്നു. അതിനുശേഷം അവൾ അകത്തേക്ക് കയറുന്നു. ലൈറ്റ് ഓഫ് ആവുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ കറക്റ്റ് ഇവളുടെ വീടിനങ്ങോട്ട് വരുന്ന സമയത്ത് ഇവളുടെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അവൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു വ്യക്തി അവളെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, നിങ്ങളൊരു ഡോക്ടറാണോ എന്നൊക്കെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം സിന്ദൂര റൂമിൻ്റെ കണ്ണാടിയിൽ തനിക്ക് തലേദിവസം കിട്ടിയിട്ടുള്ള ആ ഒരു മുറിവിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി പുറത്തു നിന്നും ആ ഒരു വീടിനെ ഇങ്ങനെ ചുറ്റി വാച്ച് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവളിങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നതൊക്കെ അയാൾ ജനലിലൂടെ കാണുന്നു. അങ്ങനെ ഇപ്പം നമ്മളുടെ സിന്ദൂര ഓരോ റൂമിലേക്ക് പോകുന്ന സമയത്തും ഇയാൾ ജനൽ വഴി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മളുടെ സിന്ദൂര ധരിച്ചിരിക്കുന്ന പോലെ അതേ ഡ്രസ്സ് ധരിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ അയാൾ അവിടെ കാണുന്നത്. സോ ആ ഒരു വീട്ടിൽ രണ്ട് സിന്ദൂര ഉള്ളതുപോലെ ആ സെക്യൂരിറ്റിക്ക് തോന്നുകയാണ്. അത് കണ്ടിട്ട് അയാളും ആകെ പേടിക്കുന്നു. ഇപ്പം നമ്മുടെ വക്കീൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് പോലീസ് കൃത്യമായിട്ട് ആ ഒരു കേബിൾ ബോയിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ നല്ല പോലെ അടിച്ചിട്ട് അവൻ്റെ അടുത്ത് എന്താണെന്ന് നടന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കേബിൾ ബോയ് അവൻ്റെ വേർഷൻ പറയാൻ പോവുകയാണ്. അതായത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കസ്റ്റമർ ഡാറ്റ നോക്കിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ബർത്ത്ഡേ ദിവസം ഇവർ ബൊക്ക കൊണ്ടുപോയി കൊടുക്കുന്നത് പതിവാണ്. അങ്ങനെ ഇവൻ ബൊക്ക കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവൾ ഈ ബൊക്ക കമ്പനി കൊടുത്തു വിട്ടതാണോ അതോ നീ എന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നീ കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചിട്ട് അവളാണ് അവനെ വീടിനകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ അവനെ അവിടെ വെച്ചിട്ട് സെഡ്യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേബിൾ ബോയ് മാക്സിമം പറയുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് വരും, ഇത് വലിയ ഇഷ്യൂ ആവും, ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളാണെങ്കിൽ ഹസ്ബൻഡ് വരാൻ വൈകുന്നേരം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെയുള്ള കറക്റ്റ് സമയത്താണ് രഘുരാം സിംഗ് അവിടേക്ക് വന്നിട്ട് കോണിംഗ് ബെൽ അടിക്കുന്നത്. കറക്റ്റ് സമയത്ത് ഇവൻ്റെ അടുത്ത് നേരെ മേലെ പോയി ഒളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ മേലേക്ക് പറഞ്ഞു വിടുന്നത്. അതിനുശേഷം ഇവൾ കാഷ്വലായിട്ട് ഇറങ്ങി വന്നിട്ട് ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് രഘുരാം സിംഗിന് ഡൗട്ട് തോന്നിയിട്ട് അയാളാണ് ദേഷ്യത്തിൽ കത്തി എടുത്തുകൊണ്ട് നമ്മളുടെ കേബിൾ ബോയിനെ കുത്താൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വരുന്നത്. അങ്ങനെ ഈ കേബിൾ ബോയ് ആകെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ്. അതിനുശേഷം പിന്നീട് അവൻ പേടിച്ചിട്ട് ആ ഒരു വീടിൻ്റെ ഏരിയയിലേക്ക് പോകാറില്ല. അപ്പോൾ ഈ ഒരു കാര്യം അവൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പോലീസിനും കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ ഇപ്പോൾ പോലീസ് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി നമ്മളുടെ വക്കീൽ പോയിട്ട് ഈ കേബിൾ ബോയിനെ കണ്ടിട്ട് എന്താണെന്ന് നടന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ വക്കീലിന് സിന്ദൂരയുടെ അടുത്ത് നിന്ന് ഒരു കോൾ വരികയാണ്. അവൾ എന്നിട്ട് പറയുന്നു രഘുരാം സിംഗ് ഇപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ വക്കീൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നത് അവളുടെ സിന്ദൂരയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ രഘുരാം സിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വക്കീൽ അവളുടെ അടുത്ത് പറയുന്നു രഘുരാം സിംഗിന് ഞാൻ ജാമ്യം ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, അയാൾ ഇപ്പോഴും ജയിലിലാണ്, ഞാനത് വെറുതെ നിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതായിരുന്നു. അപ്പോൾ പിന്നെ നീ എന്തിനാണിപ്പോൾ അതും പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, നീ എന്തിനാണ് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതെന്നൊക്കെ അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറയുന്നു ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ റെസ്ക്യൂ ചെയ്യാൻ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞതെന്ന്. അങ്ങനെ അതിനുശേഷം ഇവൻ്റെ അടുത്ത് കുറച്ച് ജോളിയായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ അവൾ വക്കീലിൻ്റെ അടുത്ത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാണോ എന്ന് ചോദിക്കുന്നു.
ചോദിക്കുന്നു. അവനപ്പോൾ എനിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവള് എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു, ഞാൻ ഏതോ ഒരു സമയത്ത് വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചത്. എന്നിട്ട് അവൾക്കുണ്ടായ ഒരു ഇൻസിഡന്റ് പറയുകയാണ്. അതായത് ഒരു ദിവസം നമ്മളുടെ സിന്ദൂര കിടക്കുന്ന സമയത്ത് ഈ രഘുരാം സിംഗ് അവിടേക്ക് ഈ തുണിക്കടയിലൊക്കെ തുണിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ടൈപ്പ് പ്രതിമയുണ്ടല്ലോ, ഇങ്ങനെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്ന, അപ്പോൾ ആ ഒരു ടൈപ്പ് ഒരു വുമണിൻ്റെ പ്രതിമയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അയാൾ അതിന് വളരെ ഹോട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് അവളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട്, നീ എന്തെങ്കിലും ഇതുപോലെ ഹോട്ടായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, എപ്പോൾ നോക്കിയാലും എല്ലാം കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് സംസാരിക്കുന്നു. അതുപോലെ തന്നെ അവളെ ഫോഴ്സ് ചെയ്തിട്ട് എന്നെ സെഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ രഘുരാം സിംഗ് ഒരു സൈക്കോളജിക്കലി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഇവൾ പറയുന്നത്. അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അതെന്താ ശബ്ദം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ വക്കീൽ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്ന സമയത്ത് സിന്ദൂര പെട്ടെന്ന് ക്ലോറോഫോം എന്തോ എടുത്തിട്ട് നമ്മളുടെ വക്കീലിൻ്റെ മൂക്കിൽ വെച്ചിട്ട് അയാളെ മയക്കി വീഴ്ത്തുന്നു. അതിനുശേഷം വക്കീലിനെ എടുത്തുകൊണ്ട് പോയിട്ട് ബെഡിൽ കിടത്തിയിട്ട് സിന്ദൂര അതിനുശേഷം വളരെ ഹോട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് അവർ പ്രൈവറ്റ് സ്പേസിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ കുറേ കഴിഞ്ഞ് ബോധം വന്ന സമയത്ത് നമ്മളുടെ വക്കീൽ എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ അവൻ എഴുന്നേറ്റ് നേരെ അവിടെയുള്ള സ്റ്റോറേജ് റൂമിൻ്റെ അങ്ങോട്ട് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവിടേക്ക് വരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കർട്ടൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ അവന് തോന്നുന്നു. അങ്ങനെ അവൻ ആ കർട്ടൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സിന്ദൂര ഒരു കട്ടയെടുത്തിട്ട് അവൻ്റെ തലയ്ക്കടിച്ച് അതിനുശേഷം അവനെ അവിടെ ഒരു കസേരയിൽ കെട്ടിയിടുന്നു. അങ്ങനെ അതിനുശേഷം സിന്ദൂര പോയിട്ട് ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ട് ഇപ്പം നേരെ നമ്മളുടെ വക്കീലിൻ്റെ മുന്നിലേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് വക്കീൽ പറയുന്നു, അഫ്രീൻ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്നെ വെറുതെ വിടൂ എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് സിന്ദൂര അവിടെയുള്ള കർട്ടൻസും കാര്യങ്ങളും ഒക്കെ മാറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് അവിടെ കുറേ ജയിൽ സെറ്റപ്പ്, പിന്നെ അതുപോലെ പോലീസിൻ്റെ യൂണിഫോം, പിന്നെ അതുപോലെ വക്കീലിൻ്റെ യൂണിഫോം, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതൊക്കെ കാണുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ വക്കീൽ എന്ന് പറയുന്നത് ശരിക്കുമുള്ള വക്കീലായിരുന്നില്ല. അതുപോലെ തന്നെ ഈ സിന്ദൂരയും ശരിക്കുള്ള സിന്ദൂരയല്ല. അഫ്രീൻ എന്നാണ് ഈ ഒരു പെണ്ണിൻ്റെ പേര്. അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡാണ് ഈ വക്കീൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഈ ഒരു വ്യക്തി. ശരിക്കും ഇയാളൊരു വക്കീലല്ല, ഇയാളൊരു ഡോക്ടറാണ്. പക്ഷേ ഇയാൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഓരോ സമയത്തും ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ സിന്ദൂരയുടെ ഹസ്ബൻഡൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അവരുമായിട്ട് ഇയാൾ കണക്റ്റഡ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം സിന്ദൂര ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഇയാളായിരുന്നു അവിടെ ഡോക്ടറായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അവരുടെ കേസും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അയാൾ അവരുടെ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആവുകയായിരുന്നു. അങ്ങനെ സ്വയം കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഓരോന്ന് ചെയ്തു കൂട്ടുകയായിരുന്നു. അപ്പോൾ അഫ്രീൻ ആണെങ്കിൽ തൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും റിയൽ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് അവരും ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ തന്നെ ഓരോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് വന്നിട്ട് ഇയാൾ തന്നെ സ്വന്തം വൈഫിനെ റേപ്പൊക്കെ ചെയ്യാണ്. അതായത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് സെക്യൂരിറ്റി വരുന്നതായിട്ടും അതുപോലെ തന്നെ വീട്ടിലെ വേലക്കാരൻ വരുന്നതായിട്ടും. അപ്പോൾ ഇതൊന്നും മൾട്ടിപ്പിൾ പേഴ്സൺസ് അല്ല, ഇയാൾ തന്നെ വിവിധ വ്യക്തികളുടെ രൂപത്തിൽ വീട്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഫൈനലി അയാളെ ശരിക്കും അയാളുടെ റിയൽ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഇയാൾ സൈക്കോളജിക്കലി അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇയാൾ വീണ്ടും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അഫ്രീൻ തൻ്റെ ഐഡന്റിറ്റി എല്ലാം നശിപ്പിച്ചതിന് ശേഷം താൻ ഫ്രീ ബേഡായിട്ടിരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പോലീസിന് ഇപ്പോഴാണ് ശരിക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോലീസ് നേരെ ഇവരുടെ വീട്ടിൽ വന്നിട്ട് അഫ്രീൻ്റെ ഹസ്ബൻഡിനെ നേരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതിനുശേഷം പോലീസ് ഇപ്പോഴാണ് കേസ് ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത്, സോ കൂടുതൽ ഇൻഫർമേഷൻസ് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. സോ തൻ്റെ ഹസ്ബൻഡിൻ്റെ റിയൽ ക്യാരക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു അവൾ ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇയാൾ ഈ പോയ സമയത്ത് അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വാർണിംഗ് ലെറ്ററും ഫോൺ കോളും ഒക്കെ കൊണ്ടുവന്നതിൻ്റെ റീസൺ ഇതായിരുന്നു. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.